Hi friends, welcome to PreSuccess Code. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ PSC എക്സാംസ് അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും വളരെയധികം വെയിറ്റേജ് ഉള്ളൊരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഓൾമോസ്റ്റ് 1 ഇയറിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ വരെയുള്ള ഫാക്ട്സ് നമുക്ക് അറിഞ്ഞിരിക്കണം കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇത് പഠിക്കുക? ഒരുപാടുണ്ട് ഇത് പഠിക്കാനായിട്ട്. ഇത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ, സ്കിപ്പ് ചെയ്താൽ മാർക്ക് കുറയുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് ഒരുപാട് പേർക്ക്. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. സോ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ കഴിയുന്നതും കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക. എന്താണ് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക? എങ്ങനെയാണ്? അതിന് നമുക്ക് നാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ് എന്നും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ് എന്നും കാറ്റഗറൈസ് ചെയ്യാം. സോ കറണ്ട് അഫയേഴ്സിനെ രണ്ടായിട്ട് മെയിൻ കാറ്റഗറി രണ്ടായിട്ട് ചെയ്യാം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് നാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ് ആണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ് ആണ്. സോ കറണ്ട് അഫയേഴ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നാഷണൽ ലെവൽ and second one international level. എന്തിനാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുകയാണെങ്കിൽ ആസ് എ ഹോൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാവും ഇല്ലേ? എല്ലാ സബ്ജക്ട്സും കൂടിയിട്ട് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാവും. ഇനി നമ്മളൊരു റാങ്ക് ഫയൽ എടുത്ത് നോക്കുകയാണ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയലിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ടാവുക? കാറ്റഗറീസ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? ഇംഗ്ലീഷിനൊരു സെക്ഷൻ ഉണ്ടാവും, മലയാളത്തിനൊരു സെക്ഷൻ ഉണ്ടാവും, മാത്സ്, ജി കെയിൽ തന്നെ ജോഗ്രഫി, എക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സെക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ സെക്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത്? വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് വായിച്ചു തീരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെക്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? സെക്ഷൻസ് ആയിട്ട് തിരിക്കുക അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുക. ദെൻ അതിനുശേഷം പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു മെയിൻ കാറ്റഗറീസ് എന്ന് പറയുന്നത് നാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഇനി ഇതിൽ രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ള ഏരിയാസ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ അവാർഡ്സ് ആണ്. ഞാൻ ഫസ്റ്റ് വൺ പറയുന്നത് അവാർഡ്സ്. നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് അവാർഡ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് 1 ഇയറിൽ കൊടുത്തിരിക്കുന്ന അവാർഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവാർഡ്സ് തന്നെ പല ഏരിയയിലും കൊടുക്കുന്നുണ്ട്. ഫിലിം ഫീൽഡിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആ ഒരു ഏരിയയിൽ കൊടുക്കുന്നുണ്ട്, ദെൻ സ്പോർട്സ് ഏരിയയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസിലും അവാർഡ്സ് കൊടുക്കുന്നുണ്ട്. സോ നാഷണൽ ലെവൽ അവാർഡ്സും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവൽ അവാർഡ്സും പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവാർഡ്സ് ആണ്. ഇനി സെക്കൻഡ് വൺ ഞാൻ പറയുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റീസെൻ്റ് ആയിട്ട് നടന്ന സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസിലെ വിന്നേഴ്സും റണ്ണേഴ്സ് അപ്പുമാണ്. അതായത് നമുക്കിപ്പോൾ ഫുട്ബോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ, അതിൽ വിന്നർ ആരായിരുന്നു, റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് സ്ലാം, അല്ലെങ്കിൽ US ഓപ്പൺ, വിംബിൾഡൺ, അങ്ങനെ ഒരുപാട് ടൂർണമെൻറ്റ്സ് നമുക്കുണ്ട് ഇല്ലേ? സോ അതിൽ വരുന്ന നാഷണൽ ലെവലായിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലായിട്ടും വരുന്ന ടൂർണമെൻറ്റ്സിലെ വിന്നേഴ്സിനെയും അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പിനെയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തായാലും പഠിച്ചിരിക്കണം. ഇപ്പോൾ 2 ഏരിയാസ് കഴിഞ്ഞു അല്ലേ? അവാർഡ്സ് എന്നുള്ള ഏരിയയും കഴിഞ്ഞു, സ്പോർട്സ് എന്നുള്ള ഏരിയയും കഴിഞ്ഞു. പിന്നെ വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി നാഷണൽ ലെവലിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലും വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ്
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാസ പുതുതായിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും അവരൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ISRO സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈവൻ ഇൻ കേരളത്തിൽ പോലും എന്തെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതും കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ഏരിയയും കൂടി അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഏതാണത്? സ്റ്റേറ്റ് ലെവൽ അല്ലേ? സ്റ്റേറ്റ് ലെവലിലും അവാർഡ്സ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിലും സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. സോ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആ ഒരു ബൾക്കുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, കുറച്ച് കാര്യങ്ങളുള്ളതായിട്ട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ഇനി 4th ഏരിയ എന്ന് പറയുന്നത് ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചറിൽ വരുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് നാഷണൽ ലെവൽ ആയിക്കൊള്ളട്ടെ, ഇൻ്റർനാഷണൽ ലെവൽ ആയിക്കൊള്ളട്ടെ, സ്റ്റേറ്റ് ലെവൽ ആയിക്കൊള്ളട്ടെ, അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. ദെൻ 5th എന്ന് പറയുന്നത് ഫിലിമാണ്. ഫിലിം ഒരുപാട് അവാർഡ്സ് ഫിലിംസിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം ഫിലിം ഏരിയയിൽ വരുന്നുണ്ട്, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ പറയുന്നത് ഡിമൈസ് ആണ്. അതായത് കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ ആരെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ട ആരെങ്കിലും മരിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ ഏത് ഏരിയയിലായിരുന്നു ഫേമസ്, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാറുള്ളതാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ഈ വ്യക്തി ഏതൊരു മേഖലയിലാണ് പ്രഗത്ഭനായിരുന്നത്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഡിമൈസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഇനി പറയുന്നത് മ്യൂസിക് ആൻഡ് ആർട്സ് ആണ്. ആർട്സ് ആൻഡ് മ്യൂസിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആർട്സ് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്നത്. ഇനി 8th ഞാൻ പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു മിനിസ്ട്രി. ഓക്കെ, നാഷണൽ മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, ഇന്ത്യൻ മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, യൂണിയൻ മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. ഇനിയിപ്പോൾ ഏതെങ്കിലും പുതിയൊരു മിനിസ്റ്റർ ചുമതലയേൽക്കുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു മിനിസ്റ്റർ രാജിവെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തെങ്കിലും പുതിയ അമെൻമെൻറ്റ്സ് വരുത്തുക, ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർക്കുക, അങ്ങനെ എന്തെങ്കിലും ഫാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയേ, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3ആയിട്ട് സബ്ഡിവൈഡ് ചെയ്തു മെയിൻലി. ദെൻ അതിനുശേഷം അതിൻ്റെ അകത്തും കുറച്ച് ടോപ്പിക്സുകൾ വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് 9. ഇനിയിപ്പോൾ കുറച്ചും കൂടി കൂട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10 ടോപ്പിക്സ് വരെ നമുക്ക് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നാഷണൽ ലെവലിൽ നമുക്ക് കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ, ഇൻ്റർനാഷണൽ ലെവലിലും കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ, സ്റ്റേറ്റ് ലെവലിലും കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ. ആ കുറച്ച് ഫാക്ടേഴ്സ് കൂടുമ്പോഴാണ് ഒരു വലിയ ബൾക്കായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, കാറ്റഗറൈസ് ചെയ്തിട്ട് പഠിക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ഏരിയാസും നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഒരു ഏരിയ, ഇപ്പോൾ ആർട്ട് ആൻഡ് മ്യൂസിക് അല്ലെങ്കിൽ ഫിലിം എന്നുള്ള ഒരു ഏരിയ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദെൻ ആ ഒരു ഏരിയ പിന്നെയും കവർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ വേണം കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനും ബാക്കിയുള്ള അപ്കമിങ് PSC ആൻഡ് അതർ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പോ അസിസ്റ്റൻസോ വേണമെങ്കിൽ PreSuccess കോഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.